നമസ്കാരം. സംസ്ഥാനത്ത് തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ കേരള സർക്കാർ നടപടികൾ ആരംഭിച്ചു. ഇതിനായി പ്രാഥമിക പ്രോട്ടോകോൾ തയ്യാറാക്കി കഴിഞ്ഞു. അപകടകാരികളായ തെരുവുനായ്ക്കളെ ദയാവധം നടത്തുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്നതിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിൽ ഇതിനായി പ്രത്യേക സമിതികൾ രൂപീകരിക്കും. അപകടകാരികളായ നായ്ക്കളെ ദയാവധം ചെയ്യണോ എന്ന കാര്യത്തിൽ ഈ സമിതികളായിരിക്കും തീരുമാനമെടുക്കുക. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ആളൂർ വെള്ളാഞ്ചിറയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. ആച്ചാണ്ടി സിൻസിയുടെ വീടിനാണ് തീപിടിച്ചത്. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ജനനമരണ രജിസ്ട്രേഷനിൽ നിർണായക ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണം. ജന്മനാടിന് അഭിമാനമായി പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖ്. അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അഷ്ഫാഖ് യോഗ്യത നേടി. വിശദമായ വാർത്തകളിലേക്ക്. ആളൂർ വെള്ളാഞ്ചിറയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. ആച്ചാണ്ടി സിൻസിയുടെ വീടിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളൂർ വെള്ളാഞ്ചിറയിൽ ആച്ചാണ്ടി സിൻസിയുടെ വീടിനാണ് തീപിടിച്ചത്. ഇന്ന് രാവിലെ 10:45 സംഭവം. തീ ആളിപ്പടർന്നതോടെ വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരമറിഞ്ഞെത്തിയ സ്റ്റേഷൻ ഓഫീസർ SP രൂപേഷിന്റെ നേതൃത്വത്തിലുള്ള 2 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം ഏകദേശം 1 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും അണച്ചത്. ജാതിക്ക ഉണക്കാനിട്ട തീയിൽ നിന്നാണ് തീ വീടിലേക്ക് പടർന്നതെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, ആളൂർ. ജനനമരണ രജിസ്ട്രേഷനിൽ നിർണായക ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമാക്കുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ജനനമരണ രജിസ്ട്രേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. നിലവിലെ നിയമത്തിലെ 13(3)(a) വകുപ്പ് പുതുതായി ചേർത്താണ് ഭേദഗതി കൊണ്ടുവരുന്നത്. നിലവിൽ ജനനമോ മരണമോ 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നീട് എത്ര വൈകിയാലും ജില്ലാ മജിസ്ട്രേറ്റിന്റെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെയോ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷൻ നടത്താൻ സാധിക്കും. എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം 1 വർഷം കഴിഞ്ഞ് 2 വർഷം പൂർത്തിയാകുന്നതിന് മുൻപ് വരെ ജില്ലാ മജിസ്ട്രേറ്റോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റോ ജില്ലാ മജിസ്ട്രേറ്റ് അധികാരപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റോ നൽകുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രേഷൻ അനുവദിക്കുക. 2 വർഷത്തിന് ശേഷമുള്ള അപേക്ഷകളിൽ പ്രാദേശികാധികാര പരിധിയിലുള്ള ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് നിർബന്ധമാകും. അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിച്ച ശേഷമേ ജനനമോ മരണമോ യഥാർത്ഥത്തിൽ നടന്നതാണെന്ന് ഉറപ്പാക്കി അനുമതി നൽകുകയുള്ളൂ. സർക്കാർ നിശ്ചയിക്കുന്ന ഫീസും അപേക്ഷകൻ അടയ്ക്കേണ്ടതായിരിക്കും. വ്യാജരേഖകൾ ഉപയോഗിച്ച് അനർഹമായ ആനുകൂല്യങ്ങൾ നേടുന്നതും പൗരത്വവുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങളും തടയുകയാണ് ഈ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ജന്മനാടിന് അഭിമാനമായി പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖ്. അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അഷ്ഫാഖ് യോഗ്യത നേടി. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലെ മികച്ച പ്രകടനമാണ് ഈ നേട്ടത്തിന് വഴിയൊരുക്കിയത്. പെരിഞ്ഞനം ചക്കരപ്പാടം സ്വദേശി മഠത്തിപ്പറമ്പിൽ അഷ്റഫ് ജസി ദമ്പതികളുടെ ഇളയ മകനായ മുഹമ്മദ് അഷ്ഫാഖാണ് അമേരിക്കയിലെ ഒറിഗണിൽ ഓഗസ്റ്റ് 5 മുതൽ 9 വരെ നടക്കുന്ന വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജേഴ്സി അണിയുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നടന്ന സോൺ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ 20 വയസ്സിന് താഴെയുള്ളവരുടെ 400 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടിയതോടെയാണ് അഷ്ഫാഖ് ലോക ചാമ്പ്യൻഷിപ്പിലേക്കുള്ള വഴിയൊരുക്കിയത്. 2024 സംസ്ഥാന സ്കൂൾ അത്ലറ്റിക് മീറ്റിൽ 400 മീറ്ററിൽ സ്വന്തം റെക്കോർഡ് തന്നെ തിരുത്തിക്കുറിച്ച അഷ്ഫാഖ് സൗത്ത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്ററിൽ വെള്ളി മെഡലും നേടി. ഇന്ത്യയുടെ 400 മീറ്റർ മിക്സർ റിലേ സ്വർണ്ണ മെഡൽ നേടിയ ടീമിലും ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരുന്നു അഷ്ഫാഖ്. ഭുവനേശ്വരിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റിലും സ്വർണം സ്വന്തമാക്കി.
തിരുവനന്തപുരം GV രാജ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ മുഹമ്മദ് അഷ്ഫാഖ് ക്യാപ്റ്റൻ അജിമോന്റെ കീഴിലാണ് പരിശീലനം നടത്തുന്നത്. ലോക ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന അഷ്ഫാഖിന് KK വത്സരാജ് MLA, മുൻ MLA ET ടൈസൺ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ വിജയാശംസകൾ അറിയിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരള തീരം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 3 ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കും. അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ അതിശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി 5 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ്, വയനാട്, എറണാകുളം, ആലപ്പുഴ, കോട്ടയം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് കളക്ടർമാർ അവധി നൽകിയത്. പ്രതികൂല കാലാവസ്ഥ തുടരുന്നതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി. തീരപ്രദേശങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മലയോര തീരദേശ മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കും. ശനിയാഴ്ച പുലർച്ചെ മുതൽ മത്സ്യബന്ധന ബോട്ടുകൾ വീണ്ടും കടലിലിറങ്ങും. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കടലിലേക്ക് മടങ്ങാനൊരുങ്ങുന്ന ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതിന്റെ മുന്നോടിയായി ബോട്ടുകളിൽ അവസാനവട്ട അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണ്. എൻജിൻ സർവീസും മറ്റ് സാങ്കേതിക ജോലികളും പൂർത്തിയാക്കി പുതിയ വലകൾ ഒരുക്കുന്നതിനൊപ്പം ഐസ് ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളും തൊഴിലാളികൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആളൂർ വെള്ളാഞ്ചിറയിൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. ആച്ചാണ്ടി സിൻസിയുടെ വീടിനാണ് തീപിടിച്ചത്. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. ജനനമരണ രജിസ്ട്രേഷനിൽ നിർണായക ഭേദഗതിയുമായി കേന്ദ്ര സർക്കാർ. സംഭവം നടന്ന് 2 വർഷം കഴിഞ്ഞ് രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ ഇനി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് വേണം. ജന്മനാടിന് അഭിമാനമായി പെരിഞ്ഞനം സ്വദേശി മുഹമ്മദ് അഷ്ഫാഖ്. അമേരിക്കയിൽ നടക്കുന്ന വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ അഷ്ഫാഖ് യോഗ്യത നേടി. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.